ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരി, 5 ബീൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പയറെടുക്കാം, പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന, പടവലം, ഒരു ക്യാരറ്റ്, ഒരു മുരിങ്ങവാളും 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം അരിഞ്ഞ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് നീളത്തിൽ ഒരേ കനത്തിൽ എല്ലാ പച്ചക്കറികളും അരിഞ്ഞെടുക്കുക. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ കനത്തിലാണ് കേട്ടോ മുരിങ്ങവാളയൊക്കെ ബാക്കി എല്ലാ പച്ചക്കറികളും അരിഞ്ഞെടുക്കേണ്ടത്. ഞാൻ മുമ്പും പറഞ്ഞതുപോലെ സദ്യ റെസിപ്പീസിൽ പച്ചക്കറികളുടെ കട്ടിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അവിയലിന് ഇതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് വേവിച്ചെടുക്കാം. അവിയൽ തയ്യാറാക്കാൻ വേണ്ടി പാത്രം സെലക്ട് ചെയ്യുന്നേരം ഒന്നിക്കൽ ഉരുളി അല്ലെങ്കിൽ ഇതുപോലെ വായ്വട്ടമുള്ള പാത്രം എടുക്കുക. കാരണം അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഒരുപാട് വെന്ത് പോകരുത്, വേവണം പക്ഷേ ഉടഞ്ഞു പോകാൻ പാടില്ല, ആ ഫ്രഷ്നെസ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്ക് ഫ്രീ ആയിട്ട് വേവാനുള്ള സ്പേസ് വേണം. അതുകൊണ്ടാണ് ഇതുപോലത്തെ വായ്വട്ടമുള്ള പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും വെള്ളവും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു മീഡിയം തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 പച്ചമുളകും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി ഇത് പച്ചക്കറിയിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തീരെ വെള്ളമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് പാകത്തിന് ഉപ്പ് നോക്കി ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ 2 മിനിറ്റ് നേരം വെക്കണം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അടുക്ക തൈരൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ തേങ്ങയുടെയും തൈരിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുന്ന പച്ചക്കറികൾക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് അടച്ചു വെച്ചൊരു മിനിമം 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ എന്നെ കമൻസിലേക്കൂടി അറിയിക്കുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു നല്ല റെസിപ്പിയും വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.